സ്കൂൾ ഡേയുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്നെ കുറേ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വലിയൊരു പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ബഹുമാന്യനായ സുരേഷ് സാറും അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റും ഒക്കെ ഒട്ടനവധി കാര്യങ്ങൾ കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. കുട്ടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും എങ്ങനെയാണ് വളരേണ്ടതെന്നും സമൂഹത്തിൽ അവർക്ക് ചെയ്യാവുന്ന കടമകൾ എന്തൊക്കെയാണെന്നുമൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങളിൽ ഓരോരുത്തരിലും എത്തപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇവിടുത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന മികവെന്ന് പറഞ്ഞാൽ സ്കൂളിന് നമ്മൾക്ക് ഒരുപക്ഷെ കരവളൂർ പഞ്ചായത്തിൻ്റെ പേര് ദേശീയ തലത്തിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടാനിടയാക്കിയത് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടും ഇവിടുത്തെ അധ്യാപകരോടും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പുനലൂരിൽ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും പറഞ്ഞതാണ്, കൊല്ലം ജില്ലയിലെ അല്ല കേരളത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ ഒരു കലാലയമായി ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ചെറിയൊരു സ്കൂളായിട്ട് തുടങ്ങി പടിപടിയായിട്ട് ഇവിടെ വരെ എത്തി. ഇനിയും നാൾക്കുനാൾ അല്ലെങ്കിൽ വർഷങ്ങൾ, ഓരോ അധ്യയന വർഷം കഴിയുമ്പോഴും നമ്മൾ ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട് നമ്മളുടെ കുട്ടികൾക്ക് സാമൂഹ്യപരമായ വളർച്ചയും വിദ്യാഭ്യാസ അടിത്തറയും ഒക്കെ നൽകി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ എത്തപ്പെടുകയും നമ്മളുടെ നാടിൻ്റെ പേര് എല്ലായിടത്തും എത്തക്ക രീതിയിലുള്ള ഒരു അധ്യയനം ഇവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾക്ക് ഏവർക്കും അഭിമാനപൂർവ്വം ഓർക്കാവുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. അധ്യാപനത്തിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങൾ തന്നെ ഒട്ടനവധി, ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളിലും നമുക്കെടുത്ത് പറയത്തക്ക ഒട്ടനവധി കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച സാറൊക്കെ പറഞ്ഞതുപോലെ ഈ ലോകം എന്ന് പറയുമ്പോൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മളുടെ കുട്ടികൾ നമ്മളുടെ പിടിയിൽ നിന്നും മാറിപ്പോകുന്നോ എന്നുള്ള ഒരു ആശങ്ക കൂടി നമ്മൾക്കുണ്ട്. മറ്റേതൊക്കെ നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന കുട്ടികൾ ഇന്ന് പിഞ്ചു കുട്ടികളായെങ്കിൽ കൂടെയും ശാസ്ത്ര സാങ്കേതിക രംഗമൊക്കെ വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ ബുദ്ധിയും ഒക്കെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അതിനുള്ള അടിത്തറയാണ് കിട്ടുന്നത്. പണ്ട് നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ മാത്രം സ്കൂളിൽ നിന്ന് വന്ന വീടുകളിൽ, പക്ഷെ അന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു, സമൂഹത്തിലുള്ള മറ്റ് കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്താനും അവർ സ്കൂളിൽ നിന്നും പുറപ്പെട്ട് വീടുകളിൽ വരെ നടന്നു പോകുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവരുമായിട്ടൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം. അതുപോലെ തന്നെ വീടുകളിൽ ചെന്നാൽ അച്ഛനും അമ്മയും ഉണ്ട്, സഹോദരങ്ങളുണ്ട്, അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഉണ്ട്. അവരുമൊക്കെ ആയിട്ട് സ്കൂളുകളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും സ്കൂൾ വണ്ടിയിൽ പോകുന്നു. സ്കൂളിൽ വീട്ടിൽ ചെന്നാൽ അച്ഛൻ ജോലിക്ക്, അമ്മ ജോലിക്ക്, സഹോദരങ്ങൾ ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസമായിട്ട് പോകുന്നു. അങ്ങനെ അവരൊരു ഒറ്റപ്പെട്ട രീതിയിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, എത്ര സമയക്കുറവുണ്ടെങ്കിലും രക്ഷകർത്താക്കൾ, പ്രത്യേകിച്ച് എൻ്റെ അമ്മമാർ, അവരോടൊപ്പം വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം ചെലവഴിക്കുകയും ആ സമയത്ത് ഫോണൊക്കെ മാറ്റിവെച്ച് കുറച്ച് കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനായാലും പ്രാർത്ഥിക്കുന്നതിനും ആയാലും ഒക്കെ ആ ഒരു അരമണിക്കൂർ സമയമെങ്കിലും അവരോടൊപ്പം സ്പെൻഡ് ചെയ്ത് അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവരെ നല്ല കുട്ടികളായിട്ട് വാർത്തെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു കുട്ടി അത് ഏതാണ്ട് 7 വയസ്സ് വരെയാണ് അതിൻ്റെ ഒരു വളർച്ച. അടിത്തറ എന്ന് പറയുന്നത് 7 വയസ്സ്. അപ്പോഴത്തേനും അതിനകത്ത് ഒരു മനുഷ്യൻ്റെ ഒരു ബുദ്ധി വികാസങ്ങളൊക്കെ ഏതാണ്ട് വളർച്ചയിൽ എത്തിയിരിക്കും. അപ്പോൾ ആ 7 വയസ്സിനകത്ത് അതിന് കിട്ടുന്ന അടുക്കും ചിട്ടയും മറ്റുള്ളവരോടുള്ള സഹകരണവും അവരോടുള്ള സ്നേഹവും. ചില അമ്മമാരൊക്കെ ഉണ്ട്, കുട്ടിയെ അമിതമായി അങ്ങ് സ്നേഹിക്കും. സ്നേഹം കൊടുത്ത് തന്നെ വളരണം. പക്ഷേ ഒരു ചെടി നട്ടാൽ അതിന് വളം കൂടുതലായി കഴിഞ്ഞാൽ അത് അഴുകിപ്പോവും, വളമില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അപ്പോൾ ആ തരത്തിൽ ആവശ്യത്തിന് മാത്രം അതിന് സ്നേഹവും വളവും വെള്ളവും ഒക്കെ കൊടുത്ത് കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്ന് നമ്മുടെ സമൂഹത്തിൽ നന്മയ്ക്കായിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അറിയാം, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ഓരോ വീട്ടിലും ക്രമസമാധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ അച്ഛനമ്മമാർ സാമ്പത്തികമായിട്ട് ഉന്നതിയിലാണെങ്കിലും അവർക്കൊരു സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നും നമ്മുടെ കുട്ടികൾ വഴിപ്പെടാതെ നല്ല അടിത്തറയോടുകൂടി വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. വരും കാലങ്ങളിൽ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ അതിൻ്റെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൽ തന്നെ, അല്ലെ ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ സ്കൂളായി. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ഓരോ വിഭാഗത്തിൽ പങ്കെടുത്ത് ഒട്ടനവധി
ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുകയും അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സ്കൂൾ എന്ന പേരിൽ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്കൂളായി മാറുന്നതിന് വേണ്ടി രക്ഷകർത്താക്കളും അതുപോലെ തന്നെ കുട്ടികളും നമ്മുടെ ഇനിയുള്ള കുട്ടികളെ കൂടി സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക, നല്ല അച്ചടക്കവും ചിട്ടയുമായിട്ട് പഠിപ്പിച്ച് കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, മറ്റുള്ളവരോടുള്ള സഹകരണവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ കൂടുതലായി ഈ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ ഒരു ഇടപാടുകൾ നടത്തി നമ്മുടെ സ്കൂളിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ എനിക്കെടുത്ത് പറയത്തക്കത്, ഇപ്പം നമ്മുടെ നമ്മുടെ ഫാദർ വന്ന് ഒരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് തുക കൈപ്പറ്റുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കരളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം നമ്മൾ പാലിയേറ്റീവ്, അതായത് എഴുന്നേറ്റ് നടക്കാൻ സ്വന്തമായിട്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. വർഷം തോറും ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ സാറുമായിട്ട് സംസാരിക്കുകയും അതിനുവേണ്ടി നല്ലൊരു തുക ഈ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഹിതമായിട്ട് തരികയും ചെയ്തു. ഇപ്പോഴും നമ്മൾ ഈ വരുന്ന 16-ാം തീയതി പാലിയേറ്റീവ് ദിനം ആചരിക്കുകയാണ്. കോഴിപ്പുറ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. നിങ്ങൾക്ക് ഏവർക്കും പങ്കെടുക്കാം. അതിനും ഈ സ്കൂളിൻ്റെ തന്നെ ഒരു പങ്ക് നമുക്ക് തരുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ, നമ്മുടെ PGCയിലെ ഡോക്ടർ രാവിലെ വന്ന് കൈപ്പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിന് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സഹജീവികളെ സ്നേഹിക്കുന്നതിന് കാണിക്കുന്ന ആ